ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഡിൽ ക്ലാസ് അടുക്കള. അപ്പം നിങ്ങളവരൊക്കെ മറന്നുപോയോ എന്നെ? കുറച്ച് നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. അപ്പം നമ്മൾ കുറച്ച് നാളായ വീഡിയോസൊക്കെ ഇടാഞ്ഞതിൻ്റെ കാരണം ഞാൻ തന്നെയാണ് ഇത് ചെയ്യാൻ എനിക്കറിയത്തില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അതൊക്കെ ഇവളുടെ സഹായം, എൻ്റെ മോളുടെ സഹായത്തോടു കൂടി ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് ഷോർട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടേക്കണേ. പിന്നെ വേറെ എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മോള് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞു, കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. അപ്പോൾ എന്നാ പറഞ്ഞുകൊണ്ട് ഒപ്പിച്ച് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു പത്തിരി എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ഉണ്ടാക്കി വരുമ്പോൾ ഇനിയും പത്തിരിയാവുമോ എന്താവുമോ അറിയില്ല. കാരണം ഞാൻ ഒരിക്കലും ചെയ്തിട്ട് ശരിയാവാത്തൊരു സാധനമാണ് പത്തിരി. എനിക്കറിയില്ല ചെയ്ത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടോ ശരിയായിട്ടില്ല. ഞാനത് ശരിയാക്കി എടുക്കും നോക്കി. അപ്പോൾ അവളത് ശരിയാക്കുമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. ചാലഞ്ചാ അമ്മയ്ക്കുള്ള ചാലഞ്ചാ. നോക്കിക്കോ, അമ്മയ്ക്കുള്ള ചാലഞ്ചാ. അവളെന്നെ ചലഞ്ച് ചെയ്തോണ്ടിരിക്കുക. അവള് പത്തിരി ഉണ്ടാക്കും. ശരി, ഉണ്ടാക്കി നമുക്ക് കഴിക്കാമല്ലോ, എന്നാ കുഴപ്പമില്ല. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവള് എൻ്റെ സഹായം വേണം, തന്നെയൊന്നും ചെയ്യത്തില്ല. എല്ലാത്തിനും പുറകെ നിൽക്കണം ഞാൻ. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യാൻ എനിക്കൊരു ദിവസം വേണം. അവളൊക്കെ നമുക്കിതൊന്ന് അതിന്റെ വീഡിയോയിലോട്ട് കിടക്കാം. അവളപ്പോൾ ഇതിന് വേണ്ടി 2 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ 2 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒട്ടും കട്ട ഉണ്ടാവാതെ നല്ലതായിട്ട് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കത് സ്റ്റൗവിലേക്ക് മാറ്റാം. നമ്മൾ ഒട്ടും കട്ടയില്ലാതെ അത് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ സ്റ്റൗവിലോട്ട് മാറ്റുക. അതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. തീ എപ്പോഴും സിമ്പിളായിരിക്കണം. നന്നായി ഇളക്കി അത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവ്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആക്കത്തില്ല, അതേപോലെ കുഴച്ച് വരണം. അതിൻ്റെ വെള്ളമയം മാറി നല്ല നമുക്ക് ഉരുട്ടാൻ പരുവത്തിൽ കിട്ടണം. അപ്പോൾ തന്നെ അവൾ എന്നോട് അത് ഉരുട്ടി കൊടുക്കാൻ പറഞ്ഞ് ഞാനതൊക്കെ ബോൾ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇതൊക്കെ ആക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്കത് അപ്പം ഞാനിതെല്ലാം ബോൾസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നത്? ഇത് പരത്തുന്നത് ഞാനതപ്പോഴത്തെ എല്ലാവരും മറ്റേ പ്ലാസ്റ്റിക് പേപ്പറൊക്കെ ഇട്ട് ഷീറ്റ് ഇട്ട് അതിൽ എണ്ണ തേച്ചിട്ട്, അപ്പോൾ ഇവിടെ എനിക്കത് ഒന്നും കൂടെ എളുപ്പത്തിന് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിൽ എണ്ണ തേച്ചിട്ട് 2 പീസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ നടുക്കോട്ട് ഈ ഒരു റോള്, അത് ഈ ബോളാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഒന്നൊന്ന് ഞെക്കി കൊടുത്തു. അപ്പോൾ ആദ്യത്തേത് അങ്ങനെ ശരിയായില്ല, പക്ഷേ ഇത് ഇങ്ങനെ ഇളകി വരാൻ ഇച്ചിരി പാടുന്നു. അപ്പോൾ ആ പേപ്പർ അടക്കം അതാകുമ്പോൾ എളുപ്പമുണ്ടായിരുന്നു അങ്ങനെ. ബട്ട് സ്റ്റിൽ അടുത്ത് ഞാൻ പക്ഷേ അതേപോലെ ചെയ്തപ്പം അടുത്ത 2-3 എണ്ണമൊക്കെ ചെയ്തതൊക്കെ നല്ലതായിട്ട് വന്നു. എനിക്ക് അതിൻ്റെ ഒരു നാക്കി കിട്ടിയത്. അപ്പോൾ പിന്നെ അത് ഓക്കെ ആയി. പിന്നെ എനിക്കതിങ്ങനെ ഈ ബേക്കിംഗ് പേപ്പറോടെ ആ പാനയിലോട്ട് ഇടേണ്ടി വന്നില്ല. അത് ഒത്തിരി നന്നായിട്ട് വിട്ടു പോകുന്നു. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ അങ്ങ് വിട്ടു പോകുന്നു നന്നായിട്ട്. കൊള്ളാം. ആദ്യത്തെ ഒരു പ്രാവശ്യം നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ട് വന്നുള്ളൂ അല്ലേ? പേപ്പറോട് കൂടി നമുക്ക് ഇടേണ്ടി. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ നല്ല വട്ടത്തിലൊക്കെ വന്ന് ഷേപ്പ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതിനകത്ത് ഇങ്ങനെ പോരും. ശരിക്കും നമുക്കിത് ചപ്പാത്തി പ്രഷർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചപ്പാത്തി പ്രഷർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പത്തിരി പ്രസ്, ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ പത്തിരി പ്രസ് എന്നാണ് പറയുന്നത് അല്ലേ? അത് വെച്ച് അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ബാക്കി എല്ലാം അവളങ്ങനെ ചുട്ടെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ 4-5 മണിക്കൂർ, ഓൾമോസ്റ്റ് ഒരു 4-5 മണിക്കൂർ നിന്ന് ചെയ്ത് അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ പോലും സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാനായിട്ട്. അപ്പോൾ അമ്മയ്ക്കൊന്ന് കുറച്ച് കൊടുത്ത് അമ്മയുടെ റിയാക്ഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പത്തിരി റെഡിയാണ്, ചിക്കൻ കറിയുണ്ട്. അപ്പോൾ അമ്മേനെ ഒന്ന് വിളിച്ച് കൊടുത്തു നോക്കാം. അമ്മ ഇടയ്ക്ക് എന്നെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഞാനല്ല ചെയ്തത്, എന്നാലും ചെറിയ ഹെൽപ്പൊക്കെ അമ്മ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് എന്നെ ആളൊന്ന് കൊടുത്തു നോക്കിയിട്ട് അമ്മ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ അമ്മേനെ ഒന്ന് വിളിക്കട്ടെ. അമ്മ വാ, സാധനം റെഡി ആയിട്ടുണ്ട്, ബാ. അപ്പോൾ അമ്മ കണ്ടോ, പത്തിരി റെഡി, ചിക്കൻ കറി റെഡി. എങ്ങനെയുണ്ട്? കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ തരാം മാറി ഞാൻ തരാം. നടക്കുവോ? 5 മണിക്കൂറായി ഇത് കിടന്ന് ചാടാൻ തുടങ്ങിയിട്ട്. അമ്മ എപ്പോ ഉണ്ടാക്കിയാലും ഫെയിലിയർ ഒന്നുമില്ല. കഴിക്കേ, കഷ്ടപ്പെട്ട് നല്ലതന്ന് സത്യം കിട്ടും. കഴിച്ച് നോക്കിയിട്ടെടുക്കാടി. ഓക്കെ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പം പിന്നെ ഇതിലൊന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് കൊടുത്തു നോക്കാം അമ്മയ്ക്ക്.
കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ട്. ടേസ്റ്റ് കാണും, നല്ല മണമൊക്കെ വരുന്നില്ലേ? അല്ല ഞാൻ ചിക്കൻ കറി വെച്ച മണമില്ലേ? ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ലേ, അമ്മ ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ. ഓക്കെ അമ്മ, ചെറിയ കഷ്ണം ഞാൻ വേണമെങ്കിൽ വലിയ കഷ്ണം അമ്മ ഇഷ്ടപ്പെടുവാണെങ്കിൽ തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ അമ്മ കഴിക്കാൻ പോകുന്നു. അമ്മ പേടിയുണ്ടോ? ട്രൈ ചെയ്യാൻ പേടിയുണ്ടോ ഞാൻ ഉണ്ടാക്കിയ സാധനം? പ്രശ്നമൊന്നുമില്ല, കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്. കളവോ എങ്ങനെയുണ്ട്? 5 മണിക്കൂർ മെനക്കെട്ടേന്റെ പത്തിരി എങ്ങനെയുണ്ട്? ഞാൻ നൈസ് പത്തിരി എന്ന് ഉദ്ദേശിച്ചിട്ട്, പക്ഷെ അത് ഇച്ചിരി കട്ടിയുണ്ട്. പക്ഷേ ചിക്കൻ കറിയോട് ഓക്കെ. ചിക്കൻ കറി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? അത് ആവറേജ് ആണോ? വന്നിട്ടുണ്ട്, രണ്ടും കൊള്ളാം. സൂപ്പറാ. ഓക്കെ, അപ്പോൾ അമ്മയുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറ, ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നല്ല പത്തിരിയും ചിക്കൻ കറി. അപ്പോൾ ഇതിനോട് ഓക്കെ കഴിച്ച്, അതേപോലെ ഇതിനോട് ഇന്നിവിടെ മിസ്സിംഗ് ആണ്, എനിക്ക് സമയമില്ലായിരുന്നു സത്യമായിട്ടും ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ, നല്ല തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യണ്ടായിരുന്നു. എനിക്ക് സമയമില്ല, 5 മണിക്കൂറായി ഞാൻ നിൽക്കുന്നത്, എനിക്ക് വയ്യ. എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ? അപ്പം മൊത്തത്തിൽ നല്ല. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയ പത്തിരി ചിക്കൻ കറി കൊള്ളാം കേട്ടോ. നല്ല എരിവൊക്കെയുള്ള ചിക്കൻ കറി, അത് സൂപ്പറാണ്. അവിടെ ഉണ്ടാക്കിയോണ്ട് പറയുന്നത് നല്ലതാണ്. അപ്പോൾ ശരി, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അടുത്ത വീഡിയോ കാണാം.